കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, എല്ലാ DLIs-നും ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പോർട്ടൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിതിൻ 10 calendar days അവരുടെ LOA ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈ DLI ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റുഡൻറ്റിന് ഇനി വിസ കിട്ടുള്ളൂ. അല്ല എങ്കിൽ അത് ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ DLI അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ നമ്മൾ അടച്ചേക്കുന്ന വിസ ഫീസ് തിരിച്ചു തന്ന് ആപ്ലിക്കേഷൻ അവർ ക്യാൻസൽ ചെയ്ത് കളയും. രണ്ടാമത് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GIC ആണ്, ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ ലിവിംഗ് എക്സ്പെൻസസ് 2000 മുതൽ 10,000 ആയിരുന്ന ലിവിംഗ് എക്സ്പെൻസ് ഇപ്പം 2024 അത് കൂട്ടിയിട്ട് $20,635 Canadian ആക്കി കൂട്ടിയിട്ടുണ്ട്. അതാണ് രണ്ടാമത് വന്നിരിക്കുന്ന ചേഞ്ച്. തേർഡ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2024 April 30th വരെ ഓഫ് ക്യാമ്പസ് വർക്കിലുള്ളവർക്ക് പോലും 20 hours മേളിൽ വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ പഴയ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അലോ ചെയ്തിരിക്കുന്നത് 20 hours വർക്ക് റൈറ്റ് മാത്രമേ ഇനി സ്റ്റുഡൻസിന് ഉണ്ടാവുള്ളൂ. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച്, 2024 വന്നിരിക്കുന്ന ചേഞ്ചസ്.